നമസ്കാരം. പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പാണ്ഡ്യാല ഷാജി. പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗുരുവും കമ്മ്യൂണിസ്റ്റ് സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ പാണ്ഡ്യാല ഗോപാലന്റെ മകനാണ് അദ്ദേഹം. പിണറായി ഗുണ്ട നേതാവാണ് എന്നും കണ്ണൂരിലെ സംഘർഷങ്ങളിൽ പിണറായി വിജയനെ പ്രത്യക്ഷത്തിൽ കണ്ടില്ല എങ്കിലും ഗൂഢാലോചനകളിലെല്ലാം അയാൾ ഉണ്ടാകുമെന്നും ഷാജി പറഞ്ഞു. തന്നെ മൃഗീയമായി മർദ്ദിച്ച് മൃതപ്രായനാക്കി ഉപേക്ഷിച്ചത് പിണറായി വിജയന്റെ തീരുമാനമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ 2 മക്കളെയും ഒരിക്കൽ പോലും ഒന്നെടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും കൈകൾക്ക് അതിനുള്ള ആവതില്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, അയാൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും ഗുഡ് ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ തന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വാങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ അച്ഛന് ലഭിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. മൂപ്പരുടെ ചില സ്ലാങ് ഉണ്ട് പിണറായി വിജയൻ്റെ സ്ലാങ്. പിന്നെ ചിലപ്പോൾ മൂപ്പർ വെക്കുന്ന ചില കമാൻഡിങ് പവർ. ഈ കമാൻഡിങ് പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പാണ്ഡ്യാലയുടെ അടുത്ത് നിന്ന് കൃത്യമായി ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണതല്ല. പാണ്ഡ്യാലക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ഒന്നും തന്നെ ഇല്ലാതായിപ്പോയ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. ഇല്ലാതായിപ്പോയ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പിണറായി വിജയനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് തലശ്ശേരിയിൽ വിവേകാനന്ദ ട്യൂട്ടോറിയൽ കോളേജ് എന്നിട്ട് ട്യൂട്ടോറിയൽ കോളേജുണ്ട്. അപ്പോൾ ആ ട്യൂട്ടോറിയൽ കോളേജിനകത്തുള്ള അധ്യാപകർക്ക് മാന്യമായി ശമ്പളം കൊടുക്കാത്തൊരവസ്ഥ വന്നു. വിവേകാനന്ദ സംഭവത്തിനകത്ത് മാഷന്മാർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും പിണറായിലുള്ള ഒരു കോപ്പറേറ്റീവ് കോളേജുണ്ട്. ആ കോപ്പറേറ്റീവ് കോളേജിൽ ഇത് പർച്ചേസ് ചെയ്ത് വരും. ഇത് പർച്ചേസ് ചെയ്തവിടെ എന്താ പറഞ്ഞാൽ ഇവർക്ക് തൊഴിൽ കൊടുക്കാതെയാണ് ഇത് പർച്ചേസ് ചെയ്യാനൊരു ശ്രമം നടത്തിയത്. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് തൊഴിലിൻ്റെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ടിട്ട് നമ്മൾ അതിനെ പാർട്ടിക്കകത്ത് പ്രയാസങ്ങളുണ്ടാക്കി. ഈ സംഭവത്തെ എതിർക്കുന്നതിൻ്റെ ചേരിയിലാണ് പിണറായി വിജയൻ നിന്നത്. അപ്പോൾ അത് തലശ്ശേരി ടൗണിലൂടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിളിച്ചു. ഞാൻ വിളിച്ച് മുദ്രാവാക്യം വിളിച്ചാൽ ഞാനാണ്, പിണറായിക്ക് ഇത് ഭൂഷണമെങ്കിൽ തലശ്ശേരിക്ക് ഒരു അവമാനം, പിണറായി എന്താ തലശ്ശേരിയാണ്, ഇതാണ് വിളിച്ച മുദ്രാവാക്യം. അപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ചതോടെ പബ്ലിക്കിൻ്റെ അടുത്തൊരു ഭയങ്കരമായ ചർച്ചയാവുകയും അത് പിന്നീട് പാർട്ടി ഏറ്റുപിടിച്ചിട്ട് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്, ഞാൻ പറയും. പക്ഷേ ഈ മാപ്പ് ആരും പറയണം? പിണറായി വിജയനും പറയണം. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ കൂടെ തർക്കമായി. പിണറായി RCML സ്കൂളിൻ്റെ അകത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഒരു മധ്യസ്ഥരൊക്കെ നടന്നിരുന്നതെന്ന്. അങ്ങനെ സംഗതി എവിടെയും എത്തിയില്ല. ഇതോടുകൂടി എന്തായിരുന്നു അങ്ങേയറ്റം. അപ്പോൾ അയാൾ ഉപയോഗിച്ച വാക്കുന്ന എൻ്റെ ബാബു എന്നാണ് വിളിക്കുക. ഞാൻ നാട്ടിൽ എല്ലാവർക്കും ഷാജി എന്നുള്ള പേരൊന്നും വിളിക്കുന്നത് നാട്ടുകാർക്ക് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുള്ളൂ, എല്ലാവരും വിളിക്കുന്നത് ബാബു എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ ബാബു ഒരു പയ്യനൊന്നുമല്ല. പയ്യനല്ല എന്നുള്ള കാര്യം ശരി, അത് പയ്യനല്ലാന്ന് ശരി. പക്ഷേ ഈ മുദ്രാവാക്യം വിളിച്ചത് മുതിർന്ന മുദ്രാവാക്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് മുദ്രാവാക്യമാണ്. അതായത് മൂപ്പർ എന്ത് വിഷയത്തെയും മൂപ്പർ പേഴ്സണലായിട്ട് മാത്രമേ കാണുള്ളൂ. ഒരു വിഷയത്തെ രാഷ്ട്രീയമായി സമീപിക്കുന്നതിന് പകരം അത് തികച്ചും സെൽഫ് സെൻറ്റേർഡായ അവസ്ഥയിലേക്ക് ചുരുക്കിയിട്ട് അതിൻ്റെ മേലെ നിന്നുകൊണ്ട് മാത്രമേ അയാൾ ഈ വിഷയത്തെ സമീപിക്കുകയുള്ളൂ. ആ സമീപനത്തിൻ്റെ ഭാഗമായാണ് പൂർണ്ണമായും അകലുകയും ചെയ്തത്. അതിനെ പൂർണ്ണമായി അകലുകയും ചെയ്തു. പിന്നീട് വന്നിരിക്കുന്നവർ അത് പറയാൻ കൊള്ളാത്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത്. അത് ആ സംഭവം ഞാൻ പറയുന്നില്ല. അപ്പോൾ അതും കൂടി എന്തായെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അകന്നു. 86-ൽ CMB വന്നതോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ ആ അകൽച്ച രൂക്ഷമാവുകയും പിന്നീട് ഞാൻ എന്തോ ഏതാണ്ട് ഒരു പ്രീഡിയിൽ തൊട്ട് തന്നെ സാമാന്യം കുഴപ്പമില്ലാതെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാനത് ഒരു അല്പ അഹങ്കാരത്തിൽ പറയുന്ന സംഭവമാണ്. അപ്പോൾ അതും കൂടി വരുമ്പോഴെന്തായെന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തോട് ആരെല്ലോ പോയിട്ട് എന്തെങ്കിലും ഇല്ലാത്ത ഒരുപാട് കഥകളെല്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതിനൊരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെണ്ടിട്ടായി എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഈ വെണ്ടിട്ടായി എന്നൊരു സ്ഥലത്ത് ഒരു മടയൻ ബാബു എന്ന് പറഞ്ഞ വിദ്വാനെ അതിദാരുണമായി കൊലപ്പെടുത്തി കളിച്ചിരുന്നു. ഇയാളുടെ നേതൃത്വത്തിലാണ്, ഇയാളാണ് അതിൻ്റെ ഓപ്പറേറ്റർ. ശരിക്കും ഈ പിണറായി ആണ് അതിൻ്റെ ചീഫ് ഓപ്പറേറ്റർ. ഇവൻ പഴയ CPM കാരനാണ്. അതിനാണ് വലിയ അപാരമായ കരുത്തലുള്ളൊരു കക്ഷിയാണ് ഈ മടയൻ ബാബു എന്ന് പറയുന്നത്. ബാബു പിന്നീട് എന്തായി CPM തെറ്റി. അപ്പോൾ തെറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ 86-ൽ നമ്മൾ CMB വന്നപ്പോൾ CMBയിലേക്ക് ഇവൻ വരാൻ തുടങ്ങി. അപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഇവൻ എടുക്കാൻ താല്പര്യം ഉണ്ടായില്ല. അത് എടുക്കാൻ താല്പര്യമില്ലാത്ത വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. കാരണം ഒന്ന് മൂപ്പറുടെ നേച്ചർ അതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പിണറായി വിളിച്ച സ്ഥലത്തെല്ലാം ഒരു CMBയിൽ പച്ച പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും വളരെ സങ്കടകരമായ സംഭവമാണ്. പക്ഷേ അങ്ങനെ MBR പറഞ്ഞു അത് പ്രയാസമാക്കേണ്ട കാര്യമില്ല, മെമ്പർഷിപ്പ് കൊടുക്കണം, എന്നിട്ട് എടുക്കണമെന്ന്. അങ്ങനെ മൂപ്പർ നമ്മൾ മെമ്പർഷിപ്പിലെടുത്തു. ഇതിനകത്ത് വന്നു. ഇപ്പോൾ അനക്കന്നേരയുടെ പിണറായി വിജയൻ പാർട്ടി ഓഫീസിൽ തുടങ്ങുകയും ചെയ്തു. CMBയുടെ ഒരു ഓഫീസ് 2 നില കെട്ടിടം വാടക വാങ്ങിയില്ല അയാൾ. പാണ്ഡ്യാലയുടെ മകനായതുകൊണ്ട് മാത്രമേ അയാൾക്ക് വെറുതെ തന്നതാണ്. അപ്പോൾ അങ്ങനെ ഓഫീസിൽ തുടങ്ങിയെടുക്കുമ്പോൾ ഇവരാണ് സ്ഥിരമായിട്ട് വരികയും ചെയ്യും. ഒരാവശ്യമില്ലാതെ ഈ ബാബുവായിട്ട് പിന്നെ വീണ്ടും ഈ കൺഫ്രണ്ടേഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ തലശ്ശേരി തിരുവങ്ങാട്, അത് ദിനേശ് പിടിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇവൻ AD നായരുടെ കേസുണ്ടായിട്ട് അവിടെ പോയിട്ട് വരുന്നവർക്ക് പുലർച്ചെ പിന്നെ ശാപിക്കാൻ കുന്നാളി.
വെട്ടിയത് ഇവിടെയാണ് വെട്ടിയത്, കഴുത്തിൽ കൊടുവാൾ കൊണ്ടൊരു വെട്ട്, പിന്നെ ഹാർട്ടിൻ്റെ ഇവിടെ ശൂലമില്ല 3 ഇതുള്ള ഒരു കത്തി കൊണ്ട് കുത്തിയിട്ടുള്ളൊരു സംഭവം. ഇതാണ് ഇങ്ങനെ മരിക്കുന്നത്. അപ്പോൾ ഈ ബോഡി വരുന്ന സമയത്ത് ഞാൻ തലശ്ശേരിയിൽ നമ്മുടെ CMBയുടെ ഭാഗമായിട്ട് ഒരു പത്രം ഇറക്കുന്നുണ്ടായിരുന്നു. പത്രത്തിൻ്റെ പേരാണ് സായാൻ എന്ന് പറയുന്നൊരു പത്രം. ഒരു സാധാരണ ഏതാണ്ട് 7,000-8,000 കോപ്പി അന്ന് തലശ്ശേരി ടൗണിൽ വിറ്റിരുന്ന പത്രം ഞാനാണ് നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ട് വാർത്ത കളക്ട് ചെയ്യാനെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകും, അല്ലെങ്കിൽ രാവിലെ ജനറൽ ആശുപത്രിയും പോകും. അങ്ങനെ ആശുപത്രി പോകുന്ന സമയത്താണ് പോലീസുകാർ വേണ്ടി പറഞ്ഞു ഒരു തമിഴൻ്റെ ബോഡി ഉണ്ട് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ട് അത് ഒന്ന് തിരിച്ചറിയാൻ പറ്റും നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ഇത് തമിഴനല്ല, ഇത് നമ്മുടെ ഈ ബാബുവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിവിടെ ഒരു പ്രതിഷേധ പൊതിയും വെക്കാൻ കോപ്പൊന്നുമില്ല നമുക്കന്ന്. നമ്മളിവിടെ പ്രതിഷേധ പൊതി വെക്കാൻ അതിൻ്റെ ഇടയിൽ ഈ വിദ്വാൻ്റെ ബോഡി കൊണ്ടിട്ട് അടക്കണമല്ലോ. നമ്മുടെ കയ്യിൽ പിന്നെ എന്താ പറയുക പുതപ്പിക്കാൻ പൈസ ഉണ്ടായിട്ടില്ല. തലശ്ശേരിയിലുള്ള പള്ളേരി ശിവദാസൻ മരിച്ചുപോയി അദ്ദേഹമാണ് പിന്നെ ചന്ദ്രമാഷും ഞാനും പോയിട്ട് പിന്നെ വെള്ളം മുണ്ട് പിന്നെ തുണി അത് വാങ്ങിത്തരുന്നത്. കരണ്ട് ആളെ ഇല്ലാത്തത് കാരണം തൊട്ടപ്പുറത്ത് വീട് നിൽക്കാൻ നോക്കുമ്പോൾ CPM വന്നിട്ട് അത് തടഞ്ഞു. പെട്രോമാക്സ് കിട്ടിയില്ല, പമ്പം കത്തിച്ചിട്ടാണ് ഈ പറയുന്ന ബാബുവിനെ കുഴിച്ചിട്ട് തന്നു. ഇവിടുന്ന് ആലോചിച്ച് നോക്കുന്നത് നമ്മൾ എത്ര അൺകൾച്ചേർഡ് ബാർബേറിയൻസാണ് വരുന്നില്ലാണ്. അതിൽ നിങ്ങൾ നമ്മുടെ ഒരു മനുഷ്യനെ കുഴിച്ചുവിടല്ലേ. അങ്ങനെ ഈ ബാബുവിനെ ഇത് അടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പിണറായി ടൗണിൽ നമ്മൾ ഒരു പ്രതിഷേധ പൊതിയും വെച്ചു. ഇപ്പോൾ പ്രസംഗം പിന്നെ നീട്ടി പറയണം, കുറച്ച് കരത്തി പറയണം എന്ന് MVR പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സാമാന്യം കുഴപ്പമില്ലാതെ ഒരു പ്രസംഗം നടത്തുമ്പോൾ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്. ബൈബിളിൽ പിന്നെ ഇസ്രായേലിന് ദൈവം ശപിക്കുന്ന ഒരു ശാപവാക്കുണ്ട്. അതായത് നിൻ്റെ ഭാര്യ നഗരത്തിലെ അഭിസാരികയാകും, നിൻ്റെ പെൺമക്കൾ വാൾവെട്ടേറ്റ് നിലംപൊത്തും, നീ നിൽക്കുന്ന മണ്ണ് വിഭജിക്കപ്പെടും, മലിനഭൂമിയിൽ വിഷവായുവേറ്റു നീ മരിക്കും. ഇതാവട്ടെ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലെ പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട രാത്രിയിൽ ഇയാളുടെ സിൽബന്തികളായിരിക്കുന്ന ഏതെങ്കിലും കക്ഷികൾ വെച്ച് ഇയാളോട് പറഞ്ഞു കൊടുത്തു, പിന്നെ ഇയാളുടെ 2 മക്കളെയും ഞാൻ ശരിപ്പെടുത്തുമെന്നാണ് പിന്നെ പ്രസംഗിച്ചത്. പിന്നെ ഇയാളുടെ ഭാര്യ മറ്റൊന്ന് വായ്പ ഞാൻ പ്രസംഗിച്ചു തന്നു. അപ്പോൾ ഇത് ഇയാൾക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായത് പോലും എനിക്കറിയില്ല ഇതൊന്നും. അപ്പോൾ ഇതും കൂടി വന്നപ്പോഴെന്തായെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾ പിന്നെ നമ്മളെ ഒരു ശരിപ്പെടുത്താനുള്ള ഒരു സാധ്യതകൾ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് AKG സഹകരണ ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് എന്നെ ഓലമ്പലം ടൗണിൽ വെച്ചിട്ട് ആക്രമിച്ചിട്ട് ഞാൻ 1.25 വർഷമാണ് ആശുപത്രി കിടന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. 2 മക്കളെയും ഞാൻ ജീവിതത്തിൽ കൈകൊണ്ടെടുത്തിട്ടില്ല. കാരണം എടുക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കാല് ഈ രണ്ട് കാലും പോയതാണ്. ഈ വലത്തെ കാല് നമ്മുടെ പിരിയൻ പിന്നെ പാരാന്ന് പറയും, പിരിയൻ കമ്പിയില്ലേ, പിരിയൻ കമ്പിയിൽ കൊണ്ട് അത് പാര കൊണ്ടാണ് അടിച്ചിട്ട് എൻ്റെ കാല് ചെതറിപ്പോയി സാധനം. എൻ്റെ ടെൻഡൻ മുറിഞ്ഞു പോയി. എനിക്ക് ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? ആണ് തെളിവെന്താന്ന് വെച്ചാൽ പിന്നെ എല്ലാ ആരും കടിക്കുന്നത് പാണ്ഡ്യാലല്ലേ മോനെ ആരും കടിക്കുമോ? അത് മാത്രമേ ഞാനൊന്നിക്കൊരു മദ്യപനായിരിക്കണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിരിക്കണം. അങ്ങനെ ഒരു അഭിപ്രായവും പാർട്ടിക്കകത്തുള്ളവരും പറയില്ല, പാർട്ടിക്ക് പുറത്തുള്ളവരും പറയില്ല. നമ്മൾ അത്യാവശ്യം വായിക്കലും എഴുത്തും കാര്യം വരില്ലായിട്ട് അങ്ങനെ പോകുന്ന ഒരു രീതിയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് രീതിയിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും എനിക്കെതിരെ പറയാനുണ്ടാവില്ല. പോലീസ് കേസെടുത്ത് ആരും സാക്ഷിയുണ്ടോ? ആര് സാക്ഷി? അപ്പം അങ്ങനെ വരുന്ന ഒരു എന്താ പറയുക അങ്ങേയറ്റം പിന്നെ എന്താ പറയുക മാർക്സിസ്റ്റ് വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ ഒരു ഗാങ്സ്റ്റർ ലീഡറാണ് വാസ്തവത്തിൽ. പിന്നെ നിർഭാഗ്യവശാൽ അങ്ങനെ പറയേണ്ടി വരികയാണ്. എന്നാൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാമാണികരായ നേതാവൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രാമാണികരായ നേതാവെന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ അപ്പോൾ നിങ്ങൾ കരച്ചൽ വരണ്ടേ? ശരിക്കും വരണ്ടേ? അത് വരുമ്പോഴാണല്ലോ നിങ്ങൾ വാസ്തവത്തിൽ പിന്നെ എന്തിനാണ് ഈ മാർക്സിസം എന്ന് പറഞ്ഞ ഏറ്റവും ഉന്നതമായ മാനവിക ദർശനമാണെന്ന് പറഞ്ഞത് ഒരു ബടായി പറയാലോ. അതിലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗിർലാസ് കോഡിൻ്റെ ഒരു ചീഫിലായിട്ട് പണിയെടുത്ത ഒരാളാണ് എൻ്റെ അച്ഛൻ. പിന്നെ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു നിന്നിട്ട് പൊടിഞ്ഞു, അത്രമാത്രം ആരോഗ്യമുള്ള ഒരാളാണ് അച്ഛൻ. അതിന് ശേഷം പിന്നെ പാർട്ടിക്കാരനല്ലേന്ന് ചോദിച്ചാൽ പാർട്ടിക്കാരൻ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. 1 മണിക്കൂർ നേരമാണ് എന്നെ അടിച്ചത്. പോലും മമ്പറത്തുനിന്ന് പിന്നെ തലശ്ശേരിക്ക് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ തന്നെ തടഞ്ഞു വെച്ചു. ഇവിടെ ഊട്ടുകമ്മിക്കടുത്ത് തലശ്ശേരി ഇങ്ങോട്ടേക്ക് വരുന്ന വാഹനം താഴെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പെട്രോൾ പമ്പാണ്. ആ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വെച്ച് അവിടെയും തടഞ്ഞു വെച്ചു. ഒരൊറ്റ ജീപ്പില്ല, ഓട്ടോറിക്ഷയില്ല, ഒന്നുമില്ല. ഞാൻ അടികൊണ്ടിട്ട് അവിടെ വീണെടുത്ത്. മമ്പറത്തുനിന്ന് ഇപ്പോഴത്തെ പിന്നെ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അയക്കുന്ന മമ്പറം നിവാരണമാണ് ആ അവിടുത്തെ വിവരം അറിഞ്ഞിട്ട് പിന്നെ ഒരു ജീപ്പിൽ 2 ജീപ്പിനകത്ത് ആടെയും കൂട്ടി മാറ്റി എന്നെ ഇവിടെ നിർത്തിയിട്ട് കൊണ്ടുവന്നു. എനിക്കയാളോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമില്ല. വ്യക്തിപരമായ വൈരാഗ്യം ആരോട് ഇല്ലാത്തതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ വ്യക്തിപരമായ വൈരാഗ്യം വെക്കാൻ മാത്രം ഉള്ള ക്വാളിറ്റി അയാൾക്കില്ല എന്നുള്ളതാണ്. അതില്ല അയാൾക്ക്. പിന്നെ നമ്മളൊരാളെ പിന്നെ ഭയപ്പെടണമെങ്കിൽ അയാൾ നമ്മളെക്കാൾ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മളെക്കാൾ ഒരു ക്വാളിറ്റി അയാൾ നമ്മൾ കാണണം. പിന്നെ ഒരു കത്തിമനം മുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. പിന്നെ ഇതൊന്നും ഇയാൾ ഒരിക്കലും ചെയ്യാറുമില്ല, പകരം ചെയ്യിപ്പിക്കുന്നൊരു വിദഗ്ധനാണ്.
ചെയ്യിപ്പിക്കുന്നത്. അതായത് കോൺസ്പിറേറ്ററാണ് ശരിക്കും, ഗൂഢാലോചനക്കാരനാണ് ശരിക്കും. വേറൊരു പാർട്ടിയുടെ, ആരെ പാർട്ടി ഞാൻ പറയുന്നില്ല, നമുക്ക് ഇതിന് പ്രതികാരം ചെയ്യാം, ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറയും. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ടെന്ന്, പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായും ആഗ്രഹമുണ്ട്, പക്ഷേ അത് നിങ്ങളിലൂടെ ആവരുത് എന്ന് പൂർണ്ണ നിർബന്ധവും എനിക്കുണ്ട്. ഈ ഭരണംകോളയിൽ ആരും പണ്ട് പറയുന്നത് ഭരണംകോളയിനകത്ത്, ഭരണംകോളയിൽ 71 നാടെ BJP വരുന്നത് തന്നെ, 71 ABP വരുന്നത്, ഇയാൾ 68 സംഭവം കഴിഞ്ഞില്ലേ, പിന്നെ ഇതെല്ലാം ബടായി അല്ലാണ്ട് വേറെ നിന്നാ. നിങ്ങൾ ധീരനായിരിക്കും, കരുത്തനായിരിക്കും, അതെല്ലാം ശരിയായി, കാര്യം നമുക്ക് തർക്കമില്ല. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഒരു തലമുറയുടെ മുമ്പിൽ അവതരിപ്പിക്കരുത്. ഈ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഞാൻ ഭയങ്കരനാണെന്ന് സ്ഥാപിക്കൽ മാത്രമാണ്, വേറൊന്നുമല്ല. ആൻറ്റി വലിയ അടിക്കാരനാണെന്ന് പറയേണ്ടത് എന്താ പറയുക, ആൻറ്റീൻ്റെ അടി കൊണ്ടോ പറയണം, ആൻറ്റി എന്നെ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അച്ഛനെ കൊല്ലാൻ വന്ന ആൾക്ക് കത്തിയാലെടുത്ത് കൊടുത്തുകൊണ്ടാണ് ഞാൻ. എൻ്റെ അച്ഛനെ രാത്രി കൊല്ലാൻ വന്ന സമയത്ത് അപ്പോൾ അച്ഛനെ എന്നോട്, ഞാൻ ചെറിയൊക്കെ ഒരു 2ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ RCM പഠിക്കുന്ന സമയത്ത് അച്ഛനോട് ചേട്ടാ ബാബു കത്തിയെടുത്തിട്ട് വേണം, ഞാൻ ആ അച്ഛനോട് കത്തിയെടുത്തോട് കൊടുക്കുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞാൽ ഞാൻ കാണുകയോ വളരുകയോ ചെയ്തിരിക്കുന്ന ചുറ്റുപാടിൻ്റെ ഭാഗമാണ് അതാണെന്ന്. അപ്പോൾ അതിനെന്തിനാണ് ഞാൻ തന്നെ ഭയപ്പെടേണ്ട കാര്യം? ഞാൻ ഇഷ്ടം പോലെ പോലീസിൻ്റെ അടിമായി ഞാൻ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇയാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിൽ ഉണ്ടായിരിക്കുന്ന അക്രമം പോലെ എപ്പോഴാണ് കണ്ണൂർ ജില്ലയിൽ അക്രമം ഉണ്ടായിട്ടുള്ളത്? ഒറ്റ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല.